കണ്ണൂരിൽ നടന്ന 23-ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ RSSന്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കുകയാണ് മോദി സർക്കാർ എന്നായിരുന്നു CPM നിലപാട്. എന്നാൽ ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ കാലത്തെ പോലെ ഒരു ഫാസിസ്റ്റ് സർക്കാർ എന്ന് മോദി സർക്കാരിനെ വിളിക്കാനാവില്ല എന്നാണ് CPMന്റെ പുതിയ വിശദീകരണം. നവഫാസിസ്റ്റ് പ്രവണതകൾ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞാണ് ലഘൂകരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തോടെ പ്രകാശ് കാരാട്ട് താൽക്കാലിക കോർഡിനേറ്റർ ആയതിനു പിന്നാലെയാണ് ഈ നിലപാട് മാറ്റമെന്നതും ശ്രദ്ധേയം. കാരണം മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കാനാവില്ലെന്ന് അദ്ദേഹം മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ കൂടുതൽ പ്രതികരിച്ചില്ല. മോദി സർക്കാർ പൂർണ്ണമായും ഫാസിസ്റ്റ് ഗവൺമെന്റായി മാറിയിട്ടില്ല എന്നാണ് മുതിർന്ന CPM നേതാവ് തോമസ് ഐസക്കിന്റെയും വാദം. അതിവേഗം ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ടെൻഡൻസീസ് പ്രവണതകൾ ശക്തമായി പ്രകടിപ്പിക്കുന്ന ഭരണകൂടമാണിത്. എന്നാൽ പൂർണ്ണ ഫാസിസം ആയി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് CPM എടുത്തിട്ടുള്ള നിലപാട്. ഇടതു പാർട്ടിയായ CPIയുടെ നിലപാടിന് ഘടകവിരുദ്ധമാണ് CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പുതിയ സമീപനം. ഒറ്റ അജണ്ട മോഡി സർക്കാരിന് ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കുക എന്നുള്ളത്. അതിനകത്തുനിന്ന് CPI ഒരു കാരണവശാലും പുറകോട്ട് പോയിട്ടില്ല. പിന്നെ CPMന്റെ രാഷ്ട്രീയ പ്രമേയം അവർക്ക് അവകാശമുള്ളതാണ്. CPMനെ പോലൊരു പാർട്ടിക്ക് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയവും ഈ നിലപാട് മാറ്റവും ചൂടുള്ള ചർച്ചയ്ക്ക് വഴിവെക്കും. BJPയോട് CPMന് മൃദു സമീപനമാണെന്നുള്ള കോൺഗ്രസ് ആക്ഷേപത്തെ ശരിവെക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ സമീപനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.